അത് വായിക്കുക? കേരളത്തിൽ ഒട്ടനവധി പേർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും പലർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാരും നേരിടാത്ത ഒരു അധിക്ഷേപമാണ് ഇതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അജയ് തറയിൽ എന്ന കോൺഗ്രസ്സുകാരൻ എഴുതിയത് ഞാൻ വായിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിനകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അത് പോലും അറിയാൻ പാടില്ലാതെ വളരെ നിരുത്തരവാദപരമായാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അജയ് തറയിൽ പറയുന്ന ദമ്പതികളുടെ മകനല്ല. അത് അയാൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഈ ദളിത് ക്രിസ്ത്യാനി ആയാൽ ഇയാൾക്കെന്താ പ്രശ്നം? ഇയാൾക്കെന്താ ഈ പ്രശ്നം? കേരളത്തിൽ ഇന്ത്യയിൽ ക്രിസ്തുമതം സ്വീകരിച്ച ദളിതർക്ക് 1960-ലെയും 62-ലെയും കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഹിന്ദുമതം സ്വീകരിക്കാവുന്നതാണ്. ആ നിയമം അനുസരിച്ച് തിരിച്ചു വന്ന ഒരാളാണ്. ഞാനൊരു പള്ളിയിലും അംഗമല്ല, ഒരു പള്ളിയിലും എൻ്റെ റെക്കോർഡും ഇല്ല. പള്ളിയിൽ റെക്കോർഡ് ഉണ്ടാകുന്നൊരു കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇല്ല. അപ്പം ഞാൻ ഈ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന അജയ് തറയിലടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും ഞാൻ വെല്ലുവിളിക്കുന്നത്, ഏതെങ്കിലും പള്ളിയിൽ ഞാൻ മെമ്പറാണെന്ന് അവർ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്താം. വെറുതെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മിനിമം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ജോലിക്ക് വേണ്ടിയാണ് മതം മാറിയെന്നുള്ള. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രശ്നം? ആണെങ്കിൽ തന്നെ എന്നാ പ്രശ്നം? ഇവർ കൊടുക്കുന്ന ജോലിയാണോ? അല്ലല്ലോ, ഗവൺമെൻറ് ജോലിയല്ലേ. ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് ദളിത് ക്രിസ്ത്യാനി, ദളിത് ഹിന്ദു ആവുക എന്നുള്ളത് സാധാരണ നടക്കുന്ന നടപടിക്രമമാണ്. അപ്പം ഞാനിവിടെ ജോലിക്ക് വേണ്ടി മാറിയെന്ന് പറയുന്ന അജയ് തറയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കിൽ ജയിക്കുകയും സിവിൽ സർവീസിന് പ്രിലിമിനറി പരീക്ഷ ഒറ്റ എഴുത്തിന് ജയിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് കേരളത്തിൽ ഒരു ജോലി കിട്ടാൻ ഒരു മതവും മാറേണ്ട കാര്യമില്ല. ഇവിടെ കോമ്പറ്റീറ്റീവായിട്ട് എനിക്ക് എഴുതി ജയിക്കാൻ കഴിയും. അപ്പം അതൊരു വ്യാജ്യമായ, അല്ലെങ്കിൽ പറയട്ടെ, ഞാനീ പറയുന്ന നുണയാണ് അവർ പറയട്ടെ. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഈ വ്യക്തിപരമായ അധിക്ഷേപമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ നിരവധി പേർ വൈക്കത്ത് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു സാമൂഹിക ബോധമുണ്ട്. കേരളത്തിലെ ദളിതർ മുഴുവൻ ദരിദ്രരാണ്, അവർ പൈസയ്ക്ക് വേണ്ടി നടക്കുന്നവരാണെന്നുള്ള അജയ് തറയിലിൻ്റെ ജാതിബോധത്തെ തീർച്ചയായും വെല്ലുവിളിച്ചേ പറ്റൂ. കേരളത്തിൽ നിങ്ങൾക്കറിയാമോ, ദളിത് സമുദായ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനാണ് ഞാൻ. എനിക്ക് സീറ്റ് വാഗ്ദാനം, ഞാനുള്ള സ്ഥാനാർത്ഥിയാണെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എൻ്റെ സംഘടനയും പ്രഖ്യാപിച്ചു, ഒരു ചാനലും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞത് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അതല്ലാതെ അവിടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ഞാൻ പ്രചാരണം നടത്തിയെന്നും പണം അടിച്ചു മാറ്റാനുമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വ്യക്തിപരമായി ആക്ഷേപത്തിന് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇത് കളിക്കുന്നത് ഒരു ജനതയോടാണെന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിക്കോണം. ഞാൻ ചെയർമാനായിട്ടുള്ള ദളിത് സമുദായ മുന്നണി 53 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന്, അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പണയം വെച്ചും അവരുടെ ഡെപ്പോസിറ്റുകൾ എടുത്തും അവരുടെ കയ്യിലുള്ള പണം 53 ലക്ഷം രൂപയാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ മുടക്കാൻ ദളിത് സമുദായ മുന്നണി സമാഹരിച്ചത്. ഞാനേ ഈ അജയ് തറലിൻ്റെ കൂടി ജനിച്ചപ്പോൾ മുതൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. പക്ഷെ സാമൂഹ്യ പ്രവർത്തനം കൂടി ജീവിച്ച ആളല്ല. മനസ്സിലായോ? ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തിയതാണ്, സ്വയം സ്ഥാനാർത്ഥിയാണുള്ള മുഖ്യം നടത്തിയതാണ്. അതിന് തെളിവ് അയാൾ ഹാജരാക്കട്ടെ. ഞാൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ തെളിവ് ഹാജരാക്കട്ടെ. എന്നോട് VD സതി പ്രതിപക്ഷ നേതാവ്, അവരെ ചർച്ചയിൽ പങ്കെടുത്തവരാണ് അവിടെ നിൽക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു നിങ്ങളുടെ പേര് പരിഗണിക്കും, തരാമെന്നോ നിങ്ങൾ ഉറപ്പാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ 4 ദിവസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പരിഗണിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ പരിഗണന സ്ഥാനാർത്ഥിത്വമായി മാറിയേക്കാം. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയ സംഘടനയാണ്. അവർ പണം സമാഹരിച്ചു വെച്ചു. വൈക്കത്ത് ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടില്ല. എനിക്ക് സ്വന്തം നിലയിൽ, എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എത്ര രൂപ മുടക്കണമെങ്കിലും അതിൻ്റെ സാധ്യത, അത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ബന്ധുബലം കൊണ്ട്
എൻ്റെ സുഹൃത്ത് ബലം കൊണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ്. അജയ് തറയിലെ പോലെ ഒരാളല്ല. സതീശനും തള്ളിക്കളിയാണ്, അങ്ങനെ പറഞ്ഞില്ലെന്നാണ് കഴിഞ്ഞ ദിവസം. അത് ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ യുക്തിരാഹിത്യമാണ്. അയാൾ ഇത് യഥാർത്ഥത്തിൽ ഇവർ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ദളിതരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ഇവർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദളിതരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വലിയ ഇത്തരം പ്രസ്താവനകളാണ് ഈ അജയ് തറയിൽ പോലുള്ളവർക്ക് വളം വെച്ചു കൊടുക്കുന്നെന്ന് തോന്നുന്നു. അജയ് തറയിലിനെ കോൺഗ്രസ്സുകാർ ഏർപ്പാടാക്കിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ളൊരു പ്രശ്നം എത്രയേ ഉള്ളൂ, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ കാര്യമില്ല. ഞാനതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിലും ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഫലത്തിൽ ഇവരിപ്പോൾ ഇത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അജയ് തറയിലെ ഉള്ളിലുള്ള ദളിതരെന്ന് പറയുന്നത് അർത്ഥപട്ടിണിക്കാരായ കുറേ മനുഷ്യർ മാത്രമാണ്. അല്ലാത്ത മനുഷ്യരുണ്ട് കേരളത്തിൽ. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പണം തരുമെന്ന് വിചാരിച്ചോ, ഇതിനു വേണ്ടി പിരിവെടുക്കാമെന്ന് വിചാരിച്ചാലേ, ഇതൊരു ജനതയുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമെന്ന നിലക്കാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ മത്സര രംഗത്തുണ്ടാവും ആ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ. ഇപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി കൂടി വന്ന സാഹചര്യത്തിൽ ഒരു മത്സരത്തിലേക്ക് പിന്മാറാതെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും മത്സരിച്ചേ പറ്റത്തുള്ളൂ, അതുണ്ടാവും. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം, UDF എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞാണെന്നാണ് എന്നാണ്. ഇതങ്ങനെ പറയുന്നത് തികച്ചും അധിക്ഷേപകരമായൊരു കാര്യമാണ്. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, എനിക്കെന്ത് കാര്യം? വൈക്കം തോക്കുന്ന സീറ്റാണ്, അത് തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. വൈക്കത്ത് ജയിക്കുമെന്ന്, അതുകൊണ്ടാണ് വൈക്കത്ത് ഞാൻ സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞത്. വൈക്കത്ത് ഇവർ നിന്നാൽ തോറ്റു പോകും, പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ ഇവിടെ? അല്ലാണ്ട് തോക്കുന്ന സംഭവം തിരഞ്ഞെടുത്ത് കാശടിച്ച് അതൊക്കെ അവരുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി അതൊന്നുമല്ല. അവിടെ ഫലത്തിൽ കേരളത്തിലെ ദളിതരെ വെല്ലുവിളിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചാണ്. അതാ കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ദളിതരെ അധിക്ഷേപിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കും. വൈക്കത്തടക്കം സ്ഥാനാർത്ഥികൾ കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ വൈക്കത്തെ സ്ഥാനാർത്ഥി നിർത്തണമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സംഘടനാപരമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. ഇതിനകത്ത് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണും. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാകും. അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് പത്രസമ്മേളനം നടത്തി. സ്വാഭാവിക പിന്തുണ UDF കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മൂവ്മെൻ്റാണ്. അവരെയാണ് ഈ ആക്രമിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് നിർത്തിക്കോണം. വ്യക്തിപരമായ ആക്ഷേപത്തിന് ഞാൻ നിയമ നടപടി സ്വീകരിക്കണം. അല്ല, സമയം കപ്പാട് മത്സര രംഗത്തുണ്ടാകും, അതൊരു ചോദ്യമാണ്. ഞാൻ തൽക്കാലം മത്സരരംഗത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല തൽക്കാലം. അതിവരെ പേടിച്ചിട്ടൊന്നുമല്ല, അവരങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. സംഘടനയുടെ ആൾക്കാർ, സംഘടന ഇല്ലാത്ത സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നേ, അത്രയും ഒരു പ്രതിഷേധം ഈ കാര്യത്തോടുണ്ട്. ആ പ്രതിഷേധത്തെ പർവ്വതീകരിക്കുന്ന, വലുതാക്കുന്ന പണിയിലാണ് ഇപ്പോൾ ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യം. എന്നെ ചീത്ത വിളിച്ചാൽ ദളിതോട്ട് കിട്ടുമെന്നാണ് അജയ് തറയിൽ വിചാരിക്കുന്നെങ്കിൽ അയാളത് ചെയ്തോട്ടെ. പക്ഷേ ഈ ജനതയെ വെല്ലുവിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.